ശാരീര ശുദ്ധിയാണ് ഒരു ഗായകൻ്റെ മാറ്റുരയ്ക്കുവാനുള്ള ഏറ്റവും പ്രാഥമികമായ ഘടകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഘനഗംഭീരമായ ശാരീരം ഏതൊരു ഗായകനും ഏറ്റവും അഭിലഷണീയമായ ഒരു ഗുണമായി ഞാൻ കാണുന്നു. ആ ഗുണം ഈ മഹാഗായകന് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. പിന്നെ നമ്മുടെ താളങ്ങളെക്കുറിച്ചും രാഗങ്ങളെക്കുറിച്ചും വിവിധ സംഗീത വഴികളെക്കുറിച്ചും ഉള്ള അവഗാഹം ഈ ഗായക പ്രതിഭയ്ക്ക് ധാരാളമുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഈ ആലാപനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വള്ളുവനാടിൻ്റെ ഹൃദയത്തിലാണ് ഞാൻ ആവസിക്കുന്നത്. കഥകളിയുടെ ഈറ്റില്ലമാണ് ഈ നാട്. എങ്കിലും എൻ്റെ സംഗീത കൗതുകങ്ങളായ നമ്പീശനാശാനും ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണക്കുറുപ്പും അതേപോലെ അഷ്ടപതി ആലാപനത്തിൻ്റെ അഖില ലോകപ്രസിദ്ധി തന്നെ നേടിയ ഞെരളത്ത് രാമപൊതുവാളും ഒക്കെ ആലപിച്ചു വച്ച പലതും ഈ ഗായകൻ്റെ ആലാപനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. തീർച്ചയായും ഉത്കൃഷ്ടമാനായ ഈ ഗായകന് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ പരമസ്ഥാനം കൈവരിക്കുന്നതിൽ വിജയം ഏറ്റവും അടുത്താണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശിസ്സുകളും കഥകളി സംഗീത ലോകത്തെ ഒരു യുവപ്രതിഭയായ ശ്രീ കലാനിലയം ഹരിനമ്പൂതിരി അവതരിപ്പിക്കുന്ന ഹരിലയം എന്ന കഥകളി സോപാന സംഗീതധാര ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും വളരെ താല്പര്യത്തോടെ ആസ്വദിച്ചു. കഥകളി സംഗീതത്തിൻ്റെ ഭാവം, സോപാന സംഗീതത്തിൻ്റെ വശ്യത ആസ്വാദഹൃദയത്തിൽ അഭിരണനം സൃഷ്ടിക്കത്തക്ക വിധത്തിൽ അയത്നലളിതമായി ആലപിച്ചിരിക്കുന്നു. പദങ്ങളുടെയും ലളിതമായ പരിചയപ്പെടുത്തലും അതിൻ്റെ വിശദീകരണങ്ങളും വളരെ ഹൃദ്യമായി അനുഭവപ്പെട്ടു. അയത്നലളിതമായ ആലാപന രീതി വളരെ ശ്ലാഘനീയം തന്നെ. അങ്ങേക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഈ സൽപ്രവർത്തിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കഥകളി സംഗീതം, സോപാന സംഗീതം തുടങ്ങിയ കേരളത്തിൻ്റെ തനത് സംഗീത പാരമ്പര്യത്തെ പരിചയപ്പെടുത്തുന്ന ഹരിലയം എന്ന ചാനൽ വളരെ താല്പര്യത്തോടെ കേൾക്കാറുണ്ട്. ഭാവപ്രധാനമായ കഥകളി സംഗീതം ക്ലാസിക് സമ്പ്രദായത്തിൽ ചിട്ടപ്രകാരം ഹരി പാടുമ്പോൾ പലപ്പോഴും എല്ലാം മറക്കുന്ന ധ്യാനാത്മകമായ ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയരുന്നതായി അനുഭവപ്പെടാറുണ്ട്.
വന്ദന ശ്ലോകങ്ങളിൽ തുടങ്ങി സുരുട്ടി, എരിക്കിലെ കാമോദരി, മധ്യമാവതി, മോഹനം തുടങ്ങിയ ഒറ്റ കേൾവിയിൽ തന്നെ വളരെ ആകർഷിക്കുന്ന മനോഹരങ്ങളായ രാഗങ്ങളിൽ അധിഷ്ഠിതമായ കുറേ പദങ്ങൾ കേൾക്കാൻ സാധിച്ചു. കഥകളി സംഗീതത്തിൻ്റെ വളരെ പ്രാഥമിക പാഠങ്ങളിൽ തുടങ്ങിയിരിക്കുന്ന ഇതുവരെയുള്ള ഭാഗങ്ങൾ ആസ്വാദകർക്ക് മാത്രമല്ല, കഥകളി സംഗീതം പഠിക്കുന്ന കുട്ടികൾക്കും വളരെ സഹായകരമാണ് എന്നാണ് തോന്നിയത്. തുടർന്നും നല്ലൊരു സംഗീത യാത്രയ്ക്കായി ഹരിലയം എന്ന ഈ ചാനലിനോടൊപ്പം കാത്തിരിക്കുന്നു. കലാനിലയം ഹരിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഹരിലയത്തിൻ്റെ 11 എപ്പിസോഡുകളിലായി നടന്ന പുറപ്പാട് മേളപ്പദം ഭാഗങ്ങൾ വളരെയധികം ആസ്വാദ്യകരവും ഉപകാരപ്രദവുമായ ഒന്നാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പഠിതാക്കൾക്ക് ആയാലും കേൾവിക്കാർക്കായാലും വളരെയധികം ആസ്വദിക്കാൻ പറ്റുന്നതും പഠിക്കുന്നവർക്ക് കൂടുതൽ അത് കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നതുമായ രീതിയിലാണ് മാഷ് അത് ചെയ്തിരിക്കുന്നത്. ഇനിയും നമുക്ക് പഠിക്കാൻ ആവശ്യമായ ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ ഹരിലയത്തിലൂടെ പ്രതീക്ഷിക്കുന്നു. ഹരിമാഷിന് ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻ്റെ പേര് ശ്രദ്ധ സുരേഷ്, ഡാലസിൽ താമസിക്കുന്നു. എൻ്റെ ഗുരുനാഥൻ കൂടിയായ ശ്രീ കലാനിലയം ഹരിയേട്ടൻ്റെ ഹരിലയം എന്ന യൂട്യൂബ് ചാനൽ തുടക്കം മുതൽ തന്നെ കേട്ട് ആസ്വദിച്ചു വരുന്നു. വളരെ ഭാവതീവ്രവും ലയപ്രധാനവുമാണ് ഹരിയേട്ടൻ്റെ ആലാപന ശൈലി എന്ന് തോന്നിയിട്ടുണ്ട്. കഥകളി സംഗീതം പഠിക്കുന്ന തുടക്കക്കാർക്ക് മാത്രമല്ല, കഥകളി സംഗീതം ആസ്വദിക്കുന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരമാണ് അദ്ദേഹത്തിൻ്റെ ഈ യൂട്യൂബ് ചാനൽ. ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ ചെയ്ത് വളരെ വിജയകരമായി ഈ ചാനൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനായി എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. കഥകളി രംഗത്ത് പ്രശസ്തനായ ശ്രീ കലാനിലയ ഹരി തൻ്റെ ഗുരുനാഥന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് ആ കലയെ അതിൻ്റെ ഔന്നത്യത്തിലേക്ക് എത്തിക്കാൻ എന്നും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ കോവിഡ് കാലത്ത് പല മാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും ലൈവ് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു വന്നു. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആശയം എന്ന രീതിയിൽ അദ്ദേഹം ആരംഭിച്ച ഒരു യൂട്യൂബ് ചാനൽ, ആ യൂട്യൂബ് ചാനലിലൂടെ ഈ കഥകളി എന്ന കലയെ ജനകീയമാക്കുന്നതിന് ഉള്ള തീവ്ര യജ്ഞത്തിലാണ് എന്ന് പറയാം. അദ്ദേഹം യൂട്യൂബ് ചാനലിലൂടെ കഥകളി സംഗീതത്തിൻ്റെ ആ സൗന്ദര്യത്തെ സഹൃദയർക്ക് മുന്നിൽ ഒരു ചെപ്പിലെന്ന വണ്ണം തുറന്നു കാണിക്കുകയാണ്. കഥകളി സംഗീതത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും ആവാഹിച്ചുകൊണ്ട് അതെങ്ങനെ ആസ്വദിക്കാമെന്ന് ഓരോ ആസ്വാദകനും മനസ്സിലാക്കി തരുന്നതിനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഈ സമയത്തിനുള്ളിൽ അദ്ദേഹം 12 എപ്പിസോഡുകളിലായി യൂട്യൂബ് ചാനലിലൂടെ കഥകളി സംഗീതം അവതരിപ്പിച്ചു കഴിഞ്ഞു. സംഗീത വിദ്യാർത്ഥികൾക്കും കഥകളി സംഗീത ആസ്വാദകർക്കും സോപാന സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ഏറ്റവും ഉപകാരപ്രദമായ ഒരു ചാനലായി ഇത്. ഒന്നും അറിയാതെ പോയി കഥകളി കാണുന്ന ആസ്വാദകരെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാക്കുന്നത്, ഇനിയും മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കൂടുതൽ ചിന്തിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് അതിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ വരുന്ന ആളുകളിൽ ഈ
പറഞ്ഞ താളങ്ങളെക്കുറിച്ചും കലാശങ്ങളെക്കുറിച്ചും അതിനിടയ്ക്ക് വരുന്ന കലാശങ്ങളെക്കുറിച്ചും താളം പിടിക്കുന്ന രീതിയെക്കുറിച്ചും എല്ലാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വരും എപ്പിസോഡുകളിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഞങ്ങളെപ്പോലുള്ള ആസ്വാദകർക്കും സംഗീത വിദ്യാർത്ഥികൾക്കും എന്നേക്കും ഉള്ള ഒരു റഫറൻസ് തന്നെയായി മാറും ഈ എപ്പിസോഡുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ കലാനിലയം ഹരിക്ക് സഹൃദയ ലോകത്തിൻ്റെ പേരിൽ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു.